ഒടുവിൽ മുഖ്യമന്ത്രി പുനഃപരിശോധിക്കുമെന്ന്. മെത്രാൻ കായൽ നികത്തലുമായി ബന്ധപ്പെട്ട ഉത്തരവിൽ അപാകതകളുണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, നാടിൻ്റെ വിവിധ കോണിൽ നിന്നാണ് വിമർശനമുയർന്നത്. ഇന്നും CPIM നേതാക്കന്മാർ കടുത്ത വിമർശനമാണ് മെത്രാൻ കായൽ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുണ്ടായത്. ജേക്കബ് തോമസിൻ്റെയും ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്. ഈ ഘട്ടത്തിലാണോ മുഖ്യമന്ത്രി പുനഃപരിശോധിക്കുമെന്ന് പറഞ്ഞത്? എന്തൊക്കെ വിശദാംശങ്ങൾ? അജിംഷാദ്, മെത്രാൻ കായൽ നികത്താൻ അനുമതി ആവശ്യപ്പെട്ടതുൾപ്പെടെയുള്ള അപേക്ഷ നേരത്തെ തന്നെ സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നു. ഈ വിഷയം പരിഗണിച്ച് ഇതിന് പിന്നീട് സർക്കാർ അനുമതി നൽകി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആക്ഷേപമുണ്ടെങ്കിൽ അത് തീർച്ചയായും പരിശോധിക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഉത്തരവിൽ അപാകമുണ്ടെങ്കിൽ പുനഃപരിശോധിക്കും എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് KPCC പ്രസിഡന്റ് VM സുധീരൻ ഉൾപ്പെടെ ഇതിൽ അതൃപ്തി അറിയിച്ചിരുന്നു. ഉത്തരവിൽ എതിർപ്പുള്ള കാര്യം മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അറിയിച്ചിട്ടുണ്ടെന്ന് സുധീരൻ വ്യക്തമാക്കിയിരുന്നു. അക്കാര്യം മുഖ്യമന്ത്രി ഇന്ന് സ്ഥിരീകരിച്ചു. അതായത് ഉത്തരവിൽ എതിർപ്പുള്ള കാര്യം സുധീരൻ തന്നെ അറിയിച്ചിരുന്നുവെന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരിന് ഈ വിഷയത്തിൽ തുറന്ന സമീപനമാണുള്ളത്. അതുകൊണ്ട് ഉത്തരവിൽ എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതോടൊപ്പം മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം, UDF സ്ഥാനാർത്ഥി നിർണയത്തിന്റെ 1ാം ഘട്ടം പൂർത്തിയായി എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഇതിന്റെ 2ാം ഘട്ടവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണ്. മാത്രമല്ല, മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിയമനം സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി പ്രതികരിക്കുകയുണ്ടായി. ഇതിൽ ഗവർണർ ഈ ഫയൽ മടക്കി എന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ ഇത് മാധ്യമ ഭാഷ്യം മാത്രമാണ് എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഏതായാലും മെത്രാൻ കായൽ സംബന്ധിച്ച വിഷയമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ എതിർപ്പുണ്ടെങ്കിൽ അക്കാര്യം പുനഃപരിശോധിക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും മുഖ്യമന്ത്രി പുനഃപരിശോധിക്കും. മെത്രാൻ കായൽ നികത്തൽ ഉത്തരവുമായി ബന്ധപ്പെട്ട കാര്യം പുനഃപരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഉമേഷ് നൽകിയത്. മെത്രാൻ കായൽ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതികളാണുള്ളതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ തീരുമാനങ്ങൾ LDF അധികാരത്തിൽ വന്നാൽ പുനഃപരിശോധിക്കുമെന്നും കോടിയേരി പറഞ്ഞു. മെത്രാൻ കായൽ നികത്താൻ അനുമതി നൽകിയ തീരുമാനം പിൻവലിക്കണമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരനും ആവശ്യപ്പെട്ടു. ഇക്കാര്യം റവന്യൂ മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. KPCCക്ക് കൃത്യമായ ഒരു നിലപാടുണ്ട്. KPCC ഉപസമിതി നേരത്തെ തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തീരുമാനം പിൻവലിക്കണം എന്ന് റവന്യൂ മന്ത്രിയോട് ആദ്യമേ ആവശ്യപ്പെട്ടു. ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രിയുമായും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായും സംസാരിക്കാൻ അവസരം കിട്ടിയിരുന്നു. അവരുമായും ഇതേ സംബന്ധിച്ചിടത്തോളം ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. പൊതുവെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാടാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വീണ്ടും ഒളിയമ്പുമായി ജേക്കബ് തോമസ്. സൂര്യതാപം ഏറ്റവരുടെ ശാപമാണോ വയൽ കായൽ നികത്തൽ ശ്രമമെന്ന് ചോദിച്ചാണ് DGP ജേക്കബ് തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കോൺഗ്രസിലെ AI ഗ്രൂപ്പ് തർക്കങ്ങളും വയൽ നികത്തൽ വാർത്തകൾ പുറത്തുവന്നതിന് കാരണമായെന്ന് ജേക്കബ് തോമസ് വിലയിരുത്തുന്നതായാണ് സൂചനകൾ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് വനഭൂമി പതിച്ചു നൽകുന്ന ചട്ടങ്ങളിലും സർക്കാർ ഭേദഗതി വരുത്തി. പതിച്ചു നൽകിയ വനഭൂമിയിൽ പാറഖനനം ആകാമെന്നാണ് ഭേദഗതി നിർദ്ദേശം. ക്വാറി മാഫിയയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ചട്ടഭേദഗതിയുടെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. പശ്ചിമഘട്ടം ക്വാറി മാഫിയയ്ക്ക് തീരെഴുതുന്നതിന് ഭൂപതിവ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയത് നേരത്തെ വിവാദമായിരുന്നു. ഇതിനു പിന്നാലെയാണ് മറ്റു വനമേഖലകളിലെ ക്വാറി മാഫിയകൾക്ക് വേണ്ടി വനഭൂമി പതിച്ചു നൽകൽ ചട്ടത്തിലും ഭേദഗതി വരുത്തുന്നത്. ഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനായി പാറഖനനമാകാമെന്നാണ് പുതിയ ഭേദഗതി. ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിൽ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയ ഭേദഗതി നിർദ്ദേശത്തിന്റെ പകർപ്പാണ് പീപ്പിൾ പുറത്തുവിടുന്നത്. കൃഷിക്കല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് ഭൂമി ഉപയോഗിച്ചാൽ പട്ടയം റദ്ദാക്കുമെന്ന വ്യവസ്ഥയും പുതിയ നിർദ്ദേശത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. പതിച്ചു കിട്ടിയ ഭൂമിയിൽ 1 വർഷത്തിനകം ഉടമ താമസിക്കണമെന്ന വ്യവസ്ഥയും കരടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സമയപരിധി 30 വർഷമാക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. 1970 വനഭൂമി പതിവ് ചട്ടം അനുസരിച്ച് പതിച്ചു നൽകിയ ഭൂമിയിലധികവും വൻതോതിൽ പാറസമ്പത്തുണ്ട്. കൃഷിയോഗ്യ വനഭൂമി പതിച്ചു നൽകൽ ഭേദഗതി ചട്ടം 2016 എന്ന് പേരിട്ട പുതിയ നിർദ്ദേശങ്ങൾ കൃഷിക്ക് വേണ്ടിയല്ല, വൻതോതിലുള്ള പാറഖനനം ലക്ഷ്യമിട്ടാണെന്നും വ്യക്തം. ഭേദഗതി അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്.
പവിത്രമായ പരിസ്ഥിതി നിയമങ്ങളെല്ലാം മാഫിയകൾക്ക് വേണ്ടി കാറ്റിൽ പറത്തുകയാണ് റവന്യൂ വകുപ്പ്. വനഭൂമി പതിച്ചു നൽകൽ ചട്ടങ്ങളിൽ വരുത്തിയ പുതിയ ഭേദഗതി നിർദ്ദേശമാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. MR സജേഷ്, തിരുവനന്തപുരം. വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതി പോലുമില്ലാതെ എയർ ആംബുലൻസിന്റെ പേരിൽ ജനങ്ങളെ പറ്റിക്കുകയാണ് ഉമ്മൻചാണ്ടി ചെയ്തതെന്ന് പിണറായി വിജയൻ. പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് വിമർശനം. സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ വ്യാജമായ കാര്യങ്ങൾ പറഞ്ഞ് ഉമ്മൻചാണ്ടി ജനങ്ങളെ പറ്റിക്കുകയാണെന്നും പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. ലോകോത്തര ടെന്നീസ് താരം സ്റ്റെഫി ഗ്രാഫിന്റെ പേരിലും ഉമ്മൻചാണ്ടിയുടെ തട്ടിപ്പ്. കേരള ആയുർവേദത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയത് സ്റ്റെഫി ഗ്രാഫ് അറിയാതെയാണ്. പ്രഖ്യാപനം നടത്തിയത് മുഖ്യമന്ത്രി നേരിട്ട്. സ്റ്റെഫിയുടെ വെബ്സൈറ്റിൽ കേരള ആയുർവേദമില്ല. ഇതിഹാസ ടെന്നീസ് താരം സ്റ്റെഫി ഗ്രാഫിനെ ആയുർവേദത്തിന്റെ ബ്രാൻഡ് അംബാസിഡറാക്കാൻ തീരുമാനിച്ചത് 2015 ജൂൺ 24 ചേർന്ന ക്യാബിനറ്റ് യോഗമാണ്. ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെ: പിന്നെ വിസിറ്റ് കേരള സ്കീമിൻ്റെ ഭാഗമായി ആയുർവേദ ബ്രാൻഡ് അംബാസിഡർ അവരുമായിട്ട് ധാരണയായി ഡിസ്കസ് ചെയ്തിട്ടാണ്. ഇനി സ്റ്റെഫി ഗ്രാഫിന്റെ വെബ്സൈറ്റിലേക്കൊന്ന് നോക്കുക. താൻ ബ്രാൻഡ് അംബാസിഡറായ കമ്പനികളുടെ പേര് വിവരം സ്റ്റെഫി ഗ്രാഫിന്റെ തന്നെ വെബ്സൈറ്റിൽ പറയുന്നത് ഇങ്ങനെ: ലോകപ്രശസ്ത ഷൂ ആൻഡ് ആക്സസറീസ് നിർമ്മാതാക്കളായ അഡിഡാസ്, വാച്ച് നിർമ്മാതാക്കളായ ലോൺലിനസ്, ജർമ്മനിയിലെ പ്രമുഖ ഫിറ്റ്നസ് ക്ലബ്ബായ മിസ്റ്റർ സ്പോർട്ടി, പ്രമുഖ പ്രകൃതിദത്ത തേയില നിർമ്മാതാക്കളായ ടി കൈനി എന്നിവയുടെ ബ്രാൻഡ് അംബാസിഡറാണ് താനെന്ന് സ്റ്റെഫി ഗ്രാഫ് തന്നെ പറയുന്നുണ്ട്. എന്നാൽ അതിലെവിടെയും താൻ കേരള ആയുർവേദത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണെന്ന് പറയുന്നില്ല. ഭർത്താവും ഇതിഹാസ ടെന്നീസ് താരവുമായ ആന്ദ്രെ അഗാസിക്കൊപ്പം അമേരിക്കയിലെ ലേസ് വെഗാസിൽ താമസിക്കുന്ന സ്റ്റെഫി ഗ്രാഫ് താൻ കേരളമെന്ന സംസ്ഥാനത്തിൻ്റെ ആയുർവേദത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായതിനെപ്പറ്റി ബോധവതിയേ അല്ല. ടൂറിസം വകുപ്പിലെ ഒരു ഉന്നതനുമായി ഞങ്ങൾ ഫോണിലൂടെ സംസാരിച്ചപ്പോൾ ഇക്കാര്യം അറിയിക്കുന്നതിനായി തങ്ങൾ സ്റ്റെഫി ഗ്രാഫിൻ്റെ മാനേജറെ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ നാളിതുവരെ സ്റ്റെഫി ഗ്രാഫുമായി നേരിൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പീപ്പിൾ TVയോട് പറഞ്ഞു. ഒരു അന്താരാഷ്ട്ര പ്രശസ്തയായ കായിക താരത്തെ കേരള ആയുർവേദത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറാക്കിയത് അവർ അറിഞ്ഞിട്ടേയില്ല എന്നത് ഒരേ സമയം ചിരിക്കാനും ചിന്തിക്കാനും വക നൽകുന്ന കാര്യമാണ്. എന്തിനും ഏതിനും മുട്ടാപ്പോക്ക് ന്യായം പറയുന്ന മുഖ്യമന്ത്രി ഈ വാർത്തയെപ്പറ്റി അറിഞ്ഞതായി ഭാവിച്ചില്ലെന്ന് വന്നേക്കാം. എന്നാൽ ഇതിഹാസ താരത്തെ ഇല്ലാത്ത ബ്രാൻഡ് അംബാസിഡറിൻ്റെ വിഡ്ഢിവേഷം കെട്ടിച്ച് നാണം കെടുത്തിയതിന് കേരളത്തിനു വേണ്ടി ഞങ്ങൾ സ്റ്റെഫി ഗ്രാഫിനോട് മാപ്പ് പറയുന്നു. S. ജീവൻകുമാർ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. കശുവണ്ടി മേഖലയിലെ കുത്തക മുതലാളിമാരുമായി NK പ്രേമചന്ദ്രനും കൊടിക്കുന്നിൽ സുരേഷും ഒത്തുകളിച്ച് ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കാൻ കൂട്ടുനിന്നു എന്ന് ചെറുകിട കശുവണ്ടി വ്യവസായികൾ. തോട്ടണ്ടിയുടെ സീസൺ ആയതോടെ വിലക്കുറവിൽ ചെറുകിട വ്യവസായികൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയി നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നത് തടയാനാണ് MP ഇടപെട്ടത്. വൻകിട മുതലാളിമാരെ സഹായിക്കാനാണെന്നും ആക്ഷേപം. ഐവറി കോസ്റ്റ് ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇപ്പോൾ തോട്ടണ്ടി വിൽപ്പനയുടെ സീസണാണ്. അവിടുത്തെ സർക്കാർ 1 കിലോ തോട്ടണ്ടിക്ക് 35 രൂപ വില നിശ്ചയിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ 52 രൂപയാകും. എന്നാൽ NK പ്രേമചന്ദ്രനെ സ്വാധീനിച്ച് വൻകിട കശുവണ്ടി മുതലാളിമാർ 9.5% ഇറക്കുമതി നികുതി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്ന് തോട്ടണ്ടി കിലോയ്ക്ക് 62 രൂപയായി. ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിയില്ലാതെ വലയുമ്പോഴാണ് നിലവിലുള്ള ചെറുകിട ഫാക്ടറികൾ കൂടി പൂട്ടിക്കാനുള്ള നീക്കം MPയുടെ സഹായത്തോടെ നടക്കുന്നതെന്നും അവർ ആരോപിച്ചു. ഇതിൽ ഗൂഢാലോചനയാണുള്ളത്. കശുവണ്ടി മേഖലയിൽ 1-2 ഫാക്ടറികൾ വെച്ച് നടത്തുന്ന മുതലാളിമാരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് കുത്തക മുതലാളിമാരുടെ അഴിഞ്ഞാട്ടത്തിനാണ് കശുവണ്ടി ഇവിടുത്തെ കൊല്ലം MPയും മിസ്റ്റർ കൊടിക്കുന്നിൽ സുരേഷും NK പ്രേമചന്ദ്രനെ പോലുള്ളവർ ചെയ്യുന്നത്. കഴിഞ്ഞ ഡിസംബർ 12-ാം തീയതി പ്രധാനമന്ത്രി വന്നപ്പോൾ പ്രധാനമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഈ കൊല്ലത്തെ MPയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ ഇറക്കുമതി തോട്ടണ്ടി കഴിഞ്ഞ 50 വർഷമായിട്ട് ഒരിക്കലും ഉണ്ടാകാത്തൊരു സംഭവം 9.36% നികുതി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ബിനാമി പേരിൽ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള നീക്കം തടയാനാണ് താൻ ശ്രമിച്ചതെന്ന് പ്രേമചന്ദ്രന്റെ നിലപാട്. ഇപ്പോഴത്തെ നികുതി വർധനവ് കശുവണ്ടി കോർപ്പറേഷനും തിരിച്ചടിയായി. ആയിരക്കണക്കിന് കശുവണ്ടി തൊഴിലാളികളാണ് തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. പിൻവാതിൽ വഴി നിയമനം നൽകിയ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ നീക്കം. ഭരണഘടനാ വ്യവസ്ഥയും സുപ്രീം കോടതി ഉത്തരവും മറികടന്നാണ് 30,000-ഓളം പേരെ സ്ഥിരപ്പെടുത്താനൊരുങ്ങുന്നത്. നിയമനം റദ്ദാക്കണമെന്ന ശുപാർശ അവഗണിച്ച സർക്കാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണ് നടത്തുന്നത്.
UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം 30,000-ഓളം പേരെയാണ് വിവിധ വകുപ്പുകളിൽ താൽക്കാലിക ജീവനക്കാരായി നിയമിച്ചത്. എന്നാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം 25% നിയമനങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ധനകാര്യ സെക്രട്ടറി അടക്കമുള്ള വകുപ്പ് സെക്രട്ടറിമാർ സമർപ്പിച്ച പഠന റിപ്പോർട്ട് മറികടന്നാണ് ഇവരെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ നീക്കം നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിലെ സ്ഥിരപ്പെടുത്തൽ നീക്കം വലിയ കോഴ ഇടപാടുകൾക്കാണ് വഴിവെക്കുക. റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികൾ സംബന്ധിച്ച വിവരങ്ങൾ സർക്കാർ പൂഴ്ത്തിവെക്കുന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുവെന്ന് വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് DB ബിനു അഭിപ്രായപ്പെടുന്നു. ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ചോദിച്ചപ്പോൾ അത് ക്യാബിനറ്റിൻ്റെ പരിഗണനയിലാണ്, അത് നൽകാനാവില്ല എന്ന നിയമവിരുദ്ധമായ ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വന്ന സാഹചര്യത്തിൽ പിൻവാതിലൂടെയുള്ള ഈ നിയമനത്തിൽ വൻ അഴിമതിയാണ് നടക്കാൻ പോകുന്നത്. ആ വസ്തുത പുറത്തു വരുമെന്ന ഭയം കൊണ്ട് തന്നെയാണ് ഈ വിവരം തടയുന്നത്. അക്കൗണ്ടന്റ് ആൻഡ് ഓഡിറ്റർ ജനറൽ ഇതിനെ സംബന്ധിച്ച് ശക്തമായ നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിന് നൽകിക്കഴിഞ്ഞു. അത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിൽ ഈ നടപടി സ്വീകരിക്കാതെ പിൻവാതിലിലൂടെ താൽക്കാലിക ജീവനക്കാരെ എടുത്തുകൊണ്ടുള്ള നിയമവിരുദ്ധമായൊരു നടപടിയാണ്. ഭരണഘടനയുടെ 309 അനുച്ഛേദത്തിൻ്റെ നഗ്നമായ ലംഘനമാണ്. സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനമാണ്. PSC വഴി നിയമനം കാത്തിരിക്കുന്ന നിരവധി ഉദ്യോഗാർത്ഥികളെ അവഗണിച്ചുകൊണ്ടാണ് സർക്കാർ ഇഷ്ടക്കാർക്ക് നൽകിയ താൽക്കാലിക നിയമനം സ്ഥിരപ്പെടുത്തുന്നത് എന്നത് ഖേദകരമാണ്. കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. മൂന്നാർ പള്ളിവാസൽ വില്ലേജിൽ ആരോഗ്യവകുപ്പിന്റെ 2.6 ഏക്കർ ഭൂമി എറണാകുളം കേന്ദ്രീകരിച്ച ഭൂമാഫിയ കയ്യേറി. 2014 നടന്ന കയ്യേറ്റം മുഖ്യധാരാ മാധ്യമങ്ങൾ അടക്കം മറച്ചുവെച്ചു. കോടികൾ വിലമതിക്കുന്ന സർക്കാർ ഭൂമിയിൽ കയ്യേറ്റം നടന്നതായുള്ള തഹസിൽദാർ കളക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. മൂന്നാർ പള്ളിവാസൽ വില്ലേജിലെ ചിത്തരപുരം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് 1969 KSEBിൽ നിന്നും ആരോഗ്യവകുപ്പ് വാങ്ങിയ 13.5 ഏക്കർ ഭൂമിയിൽ നിന്നും 2.6 ഏക്കർ ഭൂമിയാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ സ്വകാര്യ വ്യക്തി കൈക്കലാക്കിയത്. സർവേ നമ്പർ 222-2, 222-3, 223 എന്നിവയിൽപ്പെട്ട 2.6 ഏക്കർ ഭൂമിയാണ് കയ്യേറിയത്. കോടികൾ വിലമതിക്കുന്ന ഭൂമിയിലാണ് കയ്യേറ്റം നടന്നത്. കയ്യേറ്റം സംബന്ധിച്ച് ആശുപത്രി അധികൃതർ നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടർക്കടക്കം നൽകിയ പരാതിയിൽ ഇനിയും നടപടി സ്വീകരിച്ചിട്ടില്ല. ഭൂമിയുടെ കരമൊടുക്കുന്നത് വില്ലേജ് രേഖകൾ പ്രകാരം എറണാകുളം സ്വദേശിയായ ആരോഗ്യവകുപ്പിലെ തന്നെ ഒരു ജീവനക്കാരനാണെന്നും പരാതിയിൽ പറയുന്നുണ്ട്. പരാതി അന്വേഷിച്ച തഹസീൽദാർ കയ്യേറ്റം നടന്നതായി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നടപടിക്ക് ജില്ലാ ഭരണകൂടം ഇനിയും തയ്യാറായിട്ടില്ല. സർവേ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നടന്ന കയ്യേറ്റത്തിൽ കുറ്റക്കാർക്കെതിരെ വകുപ്പ് തല നടപടി പോലും ഇനിയും ഉണ്ടായിട്ടില്ല. കയ്യേറ്റം തടഞ്ഞ് ഭൂമി വീണ്ടെടുക്കാൻ ആയില്ലെങ്കിൽ കോടികളുടെ സ്ഥലമാകും സർക്കാരിന് നഷ്ടമാകുക. ലെസ്ലി ജോൺ, ഇടുക്കി. വനിതാ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് ജസ്റ്റിസ് കമാൽ പാഷ സംസാരിക്കുന്നു. തത്സമയം. കാരണം അത് അതിൻ്റെ വരുമരാഴികൾ നേരിടാൻ തയ്യാറായി വന്നോണ്ട്. പക്ഷേ ആലോചിച്ച് നടത്തുന്ന അറേഞ്ച്ഡ് മാരേജിൽ നിർബന്ധമായിട്ടും ആ ഒരു ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആണുള്ളത്. ആ വീട്ടിൽ താമസിക്കാമോ? പക്ഷെ അത് നടപ്പാക്കി എടുക്കണമെങ്കിൽ നിയമത്തിൻ്റെ പരിരക്ഷ കിട്ടണമെങ്കിൽ ആ നിയമത്തിൽ അത് വ്യത്യാസപ്പെടുത്തണം. അതുകൊണ്ട് നിർബന്ധമായിട്ട് ആ നിയമം അതിൽ ആ രീതിയിൽ വ്യത്യാസപ്പെടുത്താനായിട്ട് ഇതുപോലുള്ള സംഘടനകൾ മുന്നോട്ടിറങ്ങണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ സ്ത്രീകൾ, ഞാൻ പലയിടത്തും പറയാറുണ്ട്, സ്ത്രീകളുടെ ശത്രുക്കൾ സ്ത്രീകൾ തന്നെയാണ് എന്ന്. അത് നോക്കിക്കോളൂ. ഈ 304B അതുപോലെ 498A ഈ കേസുകളെല്ലാം വരുമ്പോൾ നോക്കിക്കോളൂ, മിക്കവാറും അതിൽ ആ പുരുഷൻ മാത്രമല്ല, അതിൻ്റെ പുറകിൽ ഒന്നിൽ അമ്മാവിയമ്മ അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു നാത്തൂൻ അത് കാണും. അതെ, അവരുടെ ആ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള നാത്തൂൻ എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് വിവാഹമോചനം നേടി നിൽക്കുന്ന നാത്തൂൻ ആ വീട്ടിലുണ്ടെന്നിരിക്കട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഭർത്താവ് മരിച്ചു ആണെന്നിരിക്കട്ടെ, അതിന് ഒരുപാട് ഫ്രസ്ട്രേഷനും ബുദ്ധിമുട്ടും ഉണ്ട്. അത് മുഴുവൻ തീർക്കുന്നത് അവസാനം ഈ വന്നു കയറുന്ന പെണ്ണിൻ്റെ നേരെയാണ്. അത് 304B അതുപോലെ തന്നെ 498A മുതലായ കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കപ്പെടുന്നു പലപ്പോഴും. അത് സ്ഥിരമായിട്ട് കാണാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അല്ലെങ്കിൽ അമ്മാവിയമ്മ. അപ്പോൾ ഇത് അമ്മാവിയമ്മമാരുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ മദറിൻ്റെ നല്ല തേനെ പാല എന്നുള്ള രീതിയിൽ പോയി കല്യാണം കഴിച്ച് വീട്ടിലോട്ട് വിളിച്ചോണ്ട് വരും. വന്നു കഴിയുമ്പോൾ അവരുടെ കുറ്റമല്ല, അത് അവർക്ക് തോന്നും മാനസികമായിട്ട് ഒരു മകൻ, കാരണം അതുവരെ മകനെ സ്വന്തമായിട്ട് പോക്കറ്റിലിട്ടുകൊണ്ട് നടന്നതാണ്. അപ്പോൾ അവൻ്റെ സ്നേഹമൊക്കെ ഇങ്ങനെ കൊണ്ട് വീതിച്ചു പോവല്ല മിക്കവാറും
പെങ്കോന്തനാണെങ്കിൽ അതിൻ്റെ പുറകെയാണ് പോകും. അപ്പോൾ അത് വരുന്ന ഉടനെ അവർക്ക് വളരെ ബുദ്ധിമുട്ടി അമ്മാവിയമ്മയ്ക്ക് വരും. അതായത് അതിന് നമ്മൾ കുറ്റം പറയാൻ പറ്റുന്നില്ല. കാരണം അവരുടെ അത് സ്വാർത്ഥത മാത്രമല്ല, അവരുടെ ആഗ്രഹമാണ് അവരെ മകൻ അവരെ ഇഷ്ടപ്പെടണം എന്നുള്ളത്. അപ്പോൾ അത് ഈ മരുമക്കൾ പലപ്പോഴും മനസ്സിലാക്കത്തില്ല. അപ്പോൾ വരും, ഞാൻ അത് ആര് കറി വെച്ച് കൊടുക്കുന്നു അല്ലെങ്കിൽ വിളമ്പി കൊടുക്കുന്നു, ഇതിനെക്കുറിച്ചൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിലെല്ലാം അങ്ങ് തർക്കവും ബുദ്ധിമുട്ടും ബന്ധപ്പാടുമായിട്ടങ്ങ് മാറും. അത് നയിക്കുന്നത് വളരെ വലിയ വിപത്തുകളിലേക്കാണ് നയിക്കുന്നത്. പെട്ടെന്ന് വിവാഹം, ചിലപ്പോൾ പലപ്പോഴും വിവാഹം ആ ബന്ധം തകരുന്നതിലേക്ക് തന്നെ അങ്ങ് മാറും. അത് മനുഷ്യൻ്റെ ആ ചിന്താഗതി, ആ ഒരു പറഞ്ഞില്ലേ, ഒരു സോഷ്യൽ അവയർനെസ് ഈ കാര്യത്തിൽ ആവശ്യമാണ്. ആ ചിന്താഗതി മാറിയാലേ പറ്റുള്ളൂ. അത് എളുപ്പമൊന്നുമുള്ള കാര്യമല്ല. അത് നിയമം കൊണ്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ ഒക്കുന്ന കാര്യമല്ല. എത്ര നിയമം ഉണ്ടെങ്കിലും ശരി. ഇപ്പം ഞാൻ ഈ ഗാർഹിക പീഡനത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, എത്ര സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം നിയമം കൊണ്ടല്ല, അതിനപ്പുറത്തേക്ക് അതിജീവിക്കാൻ സമൂഹം പ്രാപ്തമാകണമെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ.